ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് മോർണിംഗ് റൊട്ടീനാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. ഇപ്പം കാണുന്ന ഈ കാഴ്ച ഞങ്ങളുടെ വീട്ടിലെ പതിവ് കാഴ്ചയല്ല. സാധാരണ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും മമ്മി ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്താൽ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഇന്നലെ തന്നെ ഇടണം എന്നൊക്കെ ആലോചിച്ചിട്ടാട്ടോ രാത്രി കിടക്കുന്നത്. സാധാരണ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ജോലിക്ക് പോക്കൊന്നും നടക്കത്തില്ല. കാരണം നമ്മൾ അരമണിക്കൂർ സാധാരണ എടുക്കുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേനും അത് 1 മണിക്കൂറാവും. അത് സ്വാഭാവികം കേട്ടോ. അങ്ങനെ പതിവില്ലാതെ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് ഞാനൊരു മാതൃകാ കുടുംബിനിയായി. അപ്പം ചായ ഇട്ടാൽ മാത്രം പോരല്ലോ, നിങ്ങളെ ചായ കുടിക്കുന്നതോടെ കാണിക്കണ്ടേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇന്ന് നമ്മുടെ വീട്ടിൽ അവിയലാട്ടോ. ഞാൻ എന്ന് വീഡിയോ എടുത്താലും അന്ന് ഞാൻ അവിയൽ വെക്കും. അപ്പോൾ ഇന്നും ആ പതിവ് തെറ്റിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവിയൽ തന്നെ കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഉള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അരിച്ച് പറക്കിയിട്ട് വേണ്ടുന്നതും വേണ്ടാത്തതും കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ എടുത്തു. ഇപ്പം മമ്മി ഞെട്ടിപ്പോയി കേട്ടോ. ഇതെന്താ ഞാൻ ഈ കാണുന്നത് എന്നുള്ള രീതിയിൽ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇത് നമ്മുടെ വീട്ടിലെ സ്ഥിരം കാഴ്ച അല്ലെന്ന്. അപ്പോൾ പാത്രങ്ങളൊക്കെ അനങ്ങുന്ന കേട്ടിട്ട് മമ്മി വിചാരിച്ച അടുക്കളയിൽ പൂച്ച കണ്ട് കയറിയെന്ന് കേട്ടോ. എഴുന്നേറ്റ് വന്നപ്പോഴേ മനസ്സിലായി ഈ പൂച്ച കുറച്ച് വലിയ പൂച്ചയാണെന്ന്. പിന്നെ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അരപ്പൊക്കെ അരച്ച് ഒഴിക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് വേണ്ട സവോള ഒക്കെ പൊളിച്ചു. ചിക്കൻ നന്നായിട്ട് കഴുകി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിയലിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി വാങ്ങുന്നുണ്ട്. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അവിയലിന് ആ കറക്റ്റ് ആ മണമൊക്കെ ഒന്ന് കിട്ടുന്നത്. ഈ ഒരു ചോപ്പർ കണ്ടോ, ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പം അല്ല, ഒരു 2-3 മാസമായി കാണും. മറ്റേ നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ, അല്ല 3 അല്ല കേട്ടോ, അതിൽ കൂടുതലായിട്ടുണ്ട്. മറ്റേ നമ്മൾ ആ വലിക്കുന്ന ചോപ്പർ ഉണ്ടല്ലോ, അതിനേക്കാൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാൻ പയറ് വരെയും അരിഞ്ഞെടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാൻ പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേന് തേങ്ങാക്കൊത്തൊന്ന് മൂത്തപ്പോഴത്തേന് കുറച്ച് വറ്റൽമുളകും കരിയാപ്പില എല്ലാം കൂടി ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മറ്റേ സവോള, കൊച്ചുള്ളി, ഞാൻ ഒരു 10 കൊച്ചുള്ളിയോളം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴണ്ട് വന്നപ്പോഴത്തേന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്തപ്പോഴത്തേന് നമ്മൾ മറ്റേ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ചിക്കൻ നമുക്ക് ആ ഒരു മസാലയിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആദ്യം ആ ഒരു ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് ആ ചിക്കൻ ഒന്ന് വഴണ്ടിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ആ ചിക്കൻ കറക്റ്റ് ഒരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കപ്പോഴത്തേന് മോര് കാച്ചാം. ഞാനങ്ങനെ മോര് കാച്ചിട്ടുണ്ട് കേട്ടോ. കടുവൊക്കെ വറുത്ത് മോരൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി മമ്മി പുട്ടുണ്ടാക്കാം കേട്ടോ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അങ്ങനെ പുട്ടുണ്ടാക്കൽ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇസുവിന് വേണ്ടിയിട്ട് പാസ്ത ഉണ്ടാക്കാം കേട്ടോ. ഇസുവിന് പുട്ട് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പം കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒരു 2 വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് അതിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയായിട്ടോ എടുക്കുന്നത്. ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ആ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ടിങ്ങനെ പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ആ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേന് വേവിച്ച് വെച്ചാൽ നമ്മുടെ പാസ്തയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതാട്ടോ ഞാൻ ചേർക്കാറുള്ളത്. ഇങ്ങനൊന്നും അല്ല, പക്ഷേ ഞാൻ ഇസുവിന് ഇങ്ങനെ ആട്ടോ കൊടുക്കാറുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്നിങ്ങനെ എന്താ പറയുന്നത് ആ ഒരു പാസ്തയുടെ വരെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇസുവിന് കൊടുക്കും കേട്ടോ. ഇസുവിന് ഇഷ്ടമാണ് പാസ്ത. ഇന്ന് രാവിലെ അവൾ തന്നെ എന്നോട് പറഞ്ഞത് പാസ്ത വേണമെന്ന്. അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇസു അപ്പോഴത്തേന് എണ്ണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് കട്ടിലൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് മടക്കിയൊക്കെ വെക്കുമ്പോഴത്തേന് നമ്മുടെ റൂമിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ ഞാൻ ഈ മുറ്റത്തിരുന്ന് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേൾക്കാത്ത സൗണ്ടുകളൊന്നുമില്ല. കിളി കരയുന്നുണ്ട്, ഫ്ലൈറ്റ് പോകുന്നുണ്ട്, കോഴി കൂവുന്നുണ്ട്, കാക്ക കരയുന്നുണ്ട്. അപ്പോൾ എല്ലാ സൗണ്ടുകളും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കുക.
എന്നിട്ട് ഞാൻ തൂക്കുകയാണ് കേട്ടോ, വീടൊക്കെ തൂത്തുവാരിയിടുകയാണ്. എത്ര സമയമില്ലെങ്കിലും ഞാനൊരു 10 മിനിറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും ഒന്ന് തൂക്കാറുണ്ട് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ അപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ ഇസു എണ്ണീറ്റെന്ന്, ഞാനിങ്ങനെ തൂത്ത് വരുമ്പോൾ ആ പൊടിയിലെല്ലാം കൂടെ കളിക്കുമായിരുന്നു. മാറാൻ പറഞ്ഞിട്ട് കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെന്ന്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ എനിക്ക് കുറച്ച് അധികം സമയം കിട്ടുന്ന പോലെ തോന്നി കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര ബിസിയായിട്ട് വെപ്രാളം പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ. എന്നാലും കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും പോയതുമില്ല. ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടക്കുകയും ചെയ്ത കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാവിലെ ഇസുവിനെ അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആക്കണം. 10 മണിക്കാട്ടോ അംഗൻവാടിയിൽ പോകേണ്ടത്. പക്ഷേ ഇന്നും ഇസു പോകുമ്പോഴത്തേന് 11 മണിയോളം ആവും. ഭയങ്കര പാടാണ്. രാവിലെ എഴുന്നേൽക്കത്തില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കത്തില്ല, പിന്നെ കഴിക്കത്തില്ല, അങ്ങനെ കുറേ സമയം പോവും. അപ്പോൾ രാവിലെ ഇസുവിനെ ഞാൻ നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ പല്ല് തേപ്പിക്കാൻ സമ്മതിക്കത്തുമില്ല, അവൾ തന്നെ ഇട്ട് തേക്കത്തുമില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം പോവും. ഞാൻ തന്നെ തേക്കാൻ പറഞ്ഞിട്ട് ഇല്ലയെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ തേപ്പിച്ചാലേ കാര്യമുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്, ഒരുപാട് സമയം പോവും. ഞാൻ കുറച്ച് ഫോഴ്സ് ചെയ്ത് തന്നെ കേട്ടോ. ഞാൻ എന്തൊരമ്മയാണെന്നൊക്കെ വിചാരിക്കുമായിരിക്കും, പക്ഷെ കാര്യങ്ങൾ നടക്കണ്ടേ, അവൾ തന്നെ തേക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ചില ദിവസം ഞാനിങ്ങനെ തേപ്പിക്കുമെന്ന് പേടിച്ചിട്ട് പുള്ളിക്കാരി തന്നെ തേക്കും കേട്ടോ. എന്നാൽ പോലും എനിക്ക് തൃപ്തിയാവത്തുമില്ല. ഞാൻ പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ തേപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഇസുവിനെയൊക്കെ കുളിപ്പിച്ച് വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അവൾക്ക് പാസ്ത കൊടുക്കണം. ഇന്ന് പാസ്ത ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചു കേട്ടോ. ദോശയോ ചപ്പാത്തിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. പിന്നെ റെഡിയാക്കി അങ്ങ് ചെല്ലുമ്പോഴത്തേനും ഒരു സമയമാവും. അങ്ങനെ കേട്ടോ ഡെയിലി വഴക്ക് കിട്ടുന്നത്. ഇന്നെന്തോ പ്രത്യേകത? എന്താ? 10 വയസ്സ് കുറച്ച്. 10 പറ. എത്ര വയസ്സ്? ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ വിഷ് ചെയ്തതാണ്, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ വിഷ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വന്ന് എനിക്കുള്ള ചോറൊക്കെ വിളമ്പി, ചോറ്, മോര്, ചിക്കൻ കറി, അവിയൽ എല്ലാം കൂടെ പാത്രത്തിലൊക്കെ എടുത്തു. ഞാൻ നേരത്തെ ഇലയിലായിരുന്നു കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇല തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു പരിപാടി വയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ പാത്രത്തിലാണ്. എന്നാലും ഇടയ്ക്ക് കൊതിയുള്ളപ്പം ഞാൻ ഇലയിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ട് റെഡി ആയായിരുന്നു. എന്നിട്ട് പുട്ട് കഴിക്കാം കേട്ടോ. ഞാൻ അച്ഛനും പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസൊന്ന് നേരത്തെ അംഗൻവാടി പോയി കേട്ടോ. തൊട്ടടുത്താണ് അംഗൻവാടി. നമുക്കാണ് പോകാൻ ഏറ്റവും എളുപ്പം എന്നുണ്ടെങ്കിലും അംഗൻവാടിയിൽ ഏറ്റവും ലാസ്റ്റ് ചെല്ലുന്നത് ഇസു കേട്ടോ. അതിന് ആണ് എന്നും വഴക്ക് കേൾക്കുന്നതും. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ അച്ഛൻ അവളെ കൊണ്ടുപറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വലിയ നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും അങ്ങനെ എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. സ്വിച്ച് ഇട്ട പോലെ കേട്ടോ സമയം പോകുന്നത്. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ വൈകിട്ട് വന്ന് കുളിക്കാനൊക്കെ കയറിയപ്പോൾ അച്ഛനിത് കണ്ടു കാണുമെന്നൊക്കെ ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് എടുത്ത് കൊടുത്ത്. പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ആ മുഖത്ത് തോന്നിയില്ല. എനിക്കൊക്കെ ഒരു കുഞ്ഞു കാര്യങ്ങൾ കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ്. സന്തോഷം കാണുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും ആ ഒരു മുഖത്തൊന്നും ഫീലായില്ല കേട്ടോ. ഒരു കുഞ്ഞ് സ്മാർട്ട് വാച്ച് ആട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എന്നെ വഴക്കറിയാം, നീ എന്തിനാണ് ഇത് വാങ്ങിച്ചത്, അത് വാച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോലും നീ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയാം കേട്ടോ. എന്നാലും ഹാപ്പി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇസു ആണെന്നുണ്ടെങ്കിൽ അമ്മേ ഞാൻ പപ്പയ്ക്ക് ഒന്നും കൊടുത്തില്ല, എനിക്ക് ലൈറ്റ് കത്തുന്ന വാച്ച് വാങ്ങിത്തരാമോ പപ്പയ്ക്ക് കൊടുക്കാനെന്നൊക്കെ എന്നോട് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞ ഇത് ഞാനും ഇസുവും കൂടെ വാങ്ങിച്ചത്, ഇത് ലൈറ്റ് കത്തുന്ന വാച്ചാണ്, പപ്പയ്ക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഒന്ന് ഇതാക്കി കേട്ടോ. അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. പപ്പയുടെ ബർത്ത്ഡേക്ക് അമ്മ വാച്ച് വാങ്ങിക്കൊടുത്തെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. 3 വയസ്സേ ആയിട്ടുള്ളെങ്കിലും അവൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഒരു മുട്ടായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പപ്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഇസുവും അച്ഛനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്